ഈശോ ചേർക്കട്ടെ. ഈ നാളുകളുണ്ടായ ഒരു കുഞ്ഞു അനുഭവത്തിലൂടെ ഈശോ ഉള്ളിൽ തന്ന ഒരു കുഞ്ഞു തോട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുക. ഞാൻ റെഗുലറായിട്ട് കണ്ണാടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. എനിക്ക് ഷോർട്ട് സൈറ്റാണ്. പക്ഷേ കുറച്ച് നാൾ ഞാൻ അടുപ്പിച്ച് കണ്ണാടി അങ്ങനെ കറക്റ്റായിട്ട് എന്നും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കണ്ണൊരു അസ്വസ്ഥതയൊക്കെ വന്നു കഴിഞ്ഞ് വീണ്ടും കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ടെസ്റ്റ് ചെയ്തിട്ട് കണ്ണാടി കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാത്തതിൻ്റെ പല പ്രശ്നങ്ങളും കണ്ണിന് വന്നിട്ടുണ്ട്. പവർ അങ്ങനെ പണ്ട് പല കാര്യത്തെ അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നമ്മുടെ ആത്മാവിന് ഈശോ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു കണ്ണാടിയുണ്ട്. ഈശോയുടെ തന്നെ ആത്മാവായ പരിശുദ്ധാത്മാവ്, ദൈവകൃപയാകുന്ന പരിശുദ്ധാത്മാവ്, ദൈവസ്നേഹം തന്നെയാകുന്ന പരിശുദ്ധാത്മാവ്. ഈ കണ്ണാടിയിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തെ നോക്കി കണ്ടില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ഓരോ അനുഭവങ്ങളും അസ്വസ്ഥതയായിരിക്കും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് അതൊന്നും നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളും നമുക്ക് ക്ലിയർ ആയിരിക്കത്തില്ല. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ എന്നുള്ളൊരു ചോദ്യം ആ കണ്ണാടിയിലൂടെ നോക്കിയാൽ പിന്നെ ഉണ്ടാവില്ല. കാരണം ഏതാണ് ഏറ്റവും നല്ലതെന്ന് എൻ്റെ പൊന്നു തമ്പുരാൻ എനിക്ക് വേണ്ടി വെച്ചതിലെ ഏറ്റവും ബെസ്റ്റ് വഴിയാണ് ഇത് എന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ക്ലിയറായിട്ട് കാണിച്ചു തരും. അപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസി അല്ലെങ്കിൽ ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് ഓരോ ജീവിതാനുഭവങ്ങളെയും നോക്കി പറയുവാൻ നമുക്ക് സാധിക്കും. പുഞ്ചിരിയോടെ മുൻപോട്ട് പോകുവാൻ നമ്മുടെ മുമ്പിലുള്ള വഴികളെല്ലാം നമുക്ക് ക്ലിയർ ആക്കി തരും. പരിശുദ്ധാത്മാവായ ഈശോ പ്രിസ്ക്രൈബ് ചെയ്ത സഹായകനായ നമ്മുടെ ആത്മാവിൻ്റെ കണ്ണാടിയായ പരിശുദ്ധാത്മാവിനെ ഇടയ്ക്കല്ലാതെ സ്ഥിരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കാരണം നമ്മുടെ ആത്മാവിൻ്റെ ഹെൽത്തിന് ഈ കണ്ണാടി ഏറ്റവും അത്യാവശ്യമുള്ളതാണ്.